നമ്മൾ ക്യാൻവാസ് ബോർഡിൽ സാധാരണയായിട്ട് പെയിൻ്റാണ് ചെയ്യണത്. നമുക്കിന്ന് അതിലേക്ക് സ്റ്റിച്ചിങ് ചെയ്ത് നോക്കാം. അത് നല്ലൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇത് ഞാനൊരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ കോർണർ ടു കോർണർ നമ്മളൊരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. എന്നുവെച്ചാൽ നമ്മൾ വൺ സൈഡ് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വൺ സൈഡ് ബ്ലാക്ക് പെയിൻ്റാണ് കൊടുക്കാൻ പോകുന്നത്. അതിപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമുക്ക് വൈറ്റിനോട് മാച്ചായിട്ടുള്ള കളറ് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഡാർക്ക് കളേഴ്സ് ആയിരിക്കും എപ്പോഴും ഭംഗിയാവുക. ഞാനതിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളതിന് ആ ടേപ്പ് പതുക്കെ മാറ്റുക. വളരെ സൂക്ഷിച്ച് മാറ്റിയെടുക്കണേ. എന്നിട്ട് പിന്നെ ചെറുതായിട്ട് അരിയിലൊന്ന് ടച്ച് ചെയ്യണമെങ്കിൽ മാത്രം വൈറ്റ് എടുത്തിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഈ ബോർഡ് നമ്മൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രെയിമായിട്ടുള്ളതിൽ ചെയ്യണതാണ് എപ്പോഴും നമുക്ക് എളുപ്പം. കാരണം സ്റ്റിച്ചിങ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫ്രെയിമിൽ അടിച്ചിട്ട് ക്യാൻവാസ് ഷീറ്റ് അങ്ങനെ ചെയ്യണതാണ് എളുപ്പം. അപ്പോൾ ആ ഫ്രെയിമിലേക്ക് നമ്മുടെ ഡിസൈൻ വരാണ്ട് നോക്കണം. വയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഫ്രെയിമുമ്മ വരാത്ത രീതിയിൽ ഉള്ളിലായിട്ട് മാത്രം നിൽക്കുന്ന ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് അത് സാധാരണ നമ്മളിപ്പോൾ പെയിൻറ്റിങ്ങിനൊക്കെ ട്രേസ് എടുക്കുന്ന പോലെ തന്നെ ട്രേസ് എടുക്കുക. സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഉള്ളിലേക്ക് കാർബൺ പേപ്പർ വെച്ച് നമുക്കതിന് ട്രേസ് എടുക്കുക ആദ്യം തന്നെ. അപ്പോൾ ഞാൻ 2 കളർ എടുത്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഏരിയയിലേക്ക് ഞാൻ വൈറ്റ് വെച്ചിട്ട് മറ്റേ വൈറ്റ് ഏരിയയിലേക്ക് യെല്ലോ കാർബൺ വെച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് യെല്ലോ വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലാക്ക് ഏരിയയിൽ വൈറ്റ് കാർബൺ പേപ്പർ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി വെച്ചെന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് യെല്ലോ വെച്ചാലും കുഴപ്പമില്ല. മുഴുവനായിട്ട് ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മോൾ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും യെല്ലോ കാർബൺ പേപ്പറിൻ്റെ ഏരിയ വന്നിടത്ത് കുറച്ചേ തെളിഞ്ഞിട്ടുള്ളൂ. അതായാലും കുഴപ്പമില്ല, അതാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വരച്ചേക്കണതിൽ നമ്മൾക്ക് കുറച്ച് വലിയ സൂചി തന്നെ എടുത്തിട്ട് പഞ്ച് നീഡിൽ എടുത്താലും നല്ലതാണ്, അതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഉള്ളതിൽ ഒരുവിധം വലിയ സൂചി എടുത്ത് നമ്മൾ ഇതുപോലെ കുത്തി കുത്തി കൊടുക്കുക. ഇപ്പം നമ്മൾ മൂക്ക് കണ്ണൊക്കെ കുത്തണ സമയത്ത് കുറച്ച് അടുപ്പിച്ച് കുത്തി കൊടുക്കണം. കുറച്ച് അടുപ്പിച്ച് കുത്തണമായിരിക്കും ഭംഗി ഉണ്ടാവുക. വല്ലാണ്ട് അകന്ന് വന്നു കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. ഇനിയിപ്പം വൈറ്റിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം നമ്മളിപ്പോൾ വൺ സൈഡ് ബ്ലാക്ക് അടിച്ചേക്കണതുകൊണ്ട് നമുക്ക് ആ ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ട് വൈറ്റിൻ്റെ പോർഷനിൽ മുഴുവനും ബ്ലാക്ക് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. നമ്മൾ ഏതാണോ കളർ പെയിൻറ്റ് വൺ സൈഡ് അടിച്ചു കൊടുക്കുന്ന ആ കളറിലുള്ള സെയിം കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് അടിച്ചതുകൊണ്ട് ബ്ലാക്ക് എടുത്തു. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് എടുക്കണം. എന്നിട്ട് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. അത് കെട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് അവിടെ നീറ്റാക്കി വയ്ക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ നേരത്തെ തന്നെ ഹോളിട്ട് വെച്ചേക്കൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. അടുത്ത ഹോളിലേക്ക് താഴേക്ക് എടുത്ത് വീണ്ടും അതിൻ്റെ അടുത്ത ഹോളിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഇത് ബാക്ക് സ്റ്റിച്ചാണ് മുഴുവനും ചെയ്യാൻ പോകുന്നത്. വേറെ പിന്നെ വന്നിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ഏരിയയിൽ, അതേ ഉള്ളൂ. വേറെ ആ 2 സ്റ്റിച്ചാണ് ഇതിൽ മുഴുവൻ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് കുറേ സമയം കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ നമുക്കിരുന്ന് ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ ചെയ്ത് തീർക്കണം എന്നില്ല. ഒന്നാമത് സ്റ്റിച്ചിങ്ങാണ്, നമുക്കങ്ങനെ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ മടി വരും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം റിലാക്സേഷൻ ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ഇങ്ങനെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ചും നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് വാൾ ഹാങ്ങിങ് ആയിട്ട് വെക്കുകയും ചെയ്യാമല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു കണ്ടെയ്നർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ളത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ.
അത് ഇപ്പോൾ ഗാർഡനിങ്ങൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കാണണേ. കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ്. നമ്മൾ കെട്ട് സാധാ ആദ്യം ഇട്ട പോലെ തന്നെ കെട്ടിട്ട് കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ആ കണ്ണിൻ്റെ ഏരിയയിലേക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് അടുപ്പിച്ചാട്ടോ ഹോൾസ് ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവും. കാരണം ഇങ്ങനെ വളഞ്ഞ് വരുന്നതുകൊണ്ട് അത്രയ്ക്കും അതിന് വല്ലാണ്ട് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് കൊടുക്കണ്ട. അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ ഫ്ലവറിൻ്റെ ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആ ബോർഡറിൽ കറക്റ്റ് കൊണ്ടുവന്ന് ഓരോ പോയിൻ്റ് എപ്പോഴും ഹോൾസ് ഇട്ടിട്ട് നമ്മൾ അവിടെ എപ്പോഴും ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ബ്ലാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പം ഞാൻ ആ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്രഞ്ച് നോട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. മറ്റേ സ്റ്റിച്ചിങ്ങിൻ്റെ ബിഗിനേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക്, മിക്കവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ ഫ്രഞ്ച് നോട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാൻ പാടില്ലാത്തവർക്ക് അതെടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ വൈറ്റ് ബ്ലാക്കിൻ്റെ പോർഷനിലേക്ക് വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ കൺഫ്യൂഷനൊന്നുമില്ല. കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് അയ്യോ ഇതെങ്ങനെയാണെന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ ഒരു കൺഫ്യൂഷനില്ല. ആ ബോർഡറിൻ്റെ അവിടെ ഓരോ ഹോൾ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് കളറിൻ്റെ ത്രെഡ് എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഹോൾസ് ഇടുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ മാത്രം ഇട്ടിട്ട് പോണേ. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.